ഉടനാളഞ്ഞ തിയേറ്ററിന് രണ്ടാക്കി കളഞ്ഞു. അല്ല അടിപൊളിച്ചേ നമ്മൾ നേരത്തെ കണ്ട പടം തന്നെയല്ലേ, ആ ഒരു വൈബ് തന്നെയാണ് പടം. അല്ല അടിപൊളിച്ചേ നമ്മൾ നേരത്തെ കണ്ട പടം തന്നെയല്ലേ, ആ ഒരു വൈബ് തന്നെയാണ് പടം. ഒരു രക്ഷയില്ല, ആ ഒരു വൈബ് തന്നെയാണ് പടം. അന്നത്തെ കാട്ടി ഹൈ ആയിട്ട് എല്ലാവരും അടിച്ച് പൊളിച്ച് മെർസലർസ പാട്ട്, ആലപ്പുറം തമിഴും പാട്ട്, അങ്ങനെ കുറേ പാട്ട് വന്നപ്പോൾ എല്ലാവരും അടിച്ച് പൊളിന്ന് വെച്ചാൽ അടിച്ചു പൊളിന്റെ മേളമായിരുന്നു. കൊള്ളാം, നല്ലൊരു അടിച്ചു പൊളിച്ച് ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടില്ലായിരുന്നു, സൂപ്പറായിരുന്നു. അത്യാവശ്യം നമുക്ക് ഫസ്റ്റ് തിയേറ്റർ റിലീസായ സമയത്ത് കാണാൻ പറ്റില്ലായിരുന്നു തിയേറ്ററിൽ. ഇതിപ്പോൾ വീണ്ടും കാണാനുള്ള ഒരു അവസരം കിട്ടി. ഫാൻസിൻ്റെ കൂടെ അടിച്ച് പൊളിച്ച് നമുക്ക് സീറ്റിലൊന്നും ഇരിക്കാൻ ആവശ്യപ്പെടുന്നില്ല. മറ്റേ പാട്ടൊക്കെ വന്ന സമയത്ത് തുള്ളിച്ചാടി ഭയങ്കര ഡാൻസൊക്കെ കളിച്ച് അടിപൊളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു പെർഫെക്റ്റ് റീ റിലീസ് ഉള്ളത്. എക്സ്പീരിയൻസ് ആയിട്ടൊന്നും പറയല്ല ബ്രോ. എപ്പോഴും നമ്മൾ കണ്ട പടം തന്നെ അന്ന് കണ്ട അതേ വൈബ് തന്നെയായിരുന്നു. ഇത്രേ ഉള്ളൂ. കണ്ടിട്ട് ഉടനാളഞ്ഞ തിയേറ്ററിന് രണ്ടാക്കി കളഞ്ഞു. എല്ലാം വൈബായിരുന്നു. ആർക്കായിരുന്നു ഭയങ്കരമായിട്ട് ക്യാരക്ടറിൽ വെട്രിമാരനായിരുന്നു? ആർക്കായിരുന്നു ഭയങ്കരമായിട്ടൊരു വിളി? വെട്ടിമാരൻ തന്നെ. ഒരു സംശയമുണ്ടോ? വെട്ടിമാരൻ തന്നെ, വെട്ടിമാരൻ തന്നെ അതില മെയിൻ. സൂപ്പറായിരുന്നു. അന്ന് കണ്ടായിരുന്നു. ഇപ്പോഴും അതിൻ്റെ ഒരു അതേപടിയുണ്ട്. ഒന്നും പറയാമല്ലോ, എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും വേണ്ട സന്തോഷമാണ്. ഇനി ഇതുപോലെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമത്തുള്ളൂ. ഗോട്ടിൻ്റെ ക്ഷീണമൊക്കെ മാറി. അടിപൊളിയായിരുന്നു. കിടിൽ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളൊക്കെ ഡാൻസ് കളിച്ച് അഭിമാനിച്ച് എന്തായാലും ഒരു സെലിബ്രേഷൻ തന്നെയാണ്. ബർത്ത്ഡേക്ക് ഒരു നല്ലൊരു ട്രീറ്റായി എന്നുള്ളതാണ്. സോ എല്ലാവരും കണ്ടില്ലെങ്കിൽ ഇനി ഷോ രാത്രി ഉണ്ടെന്നാണ് എല്ലാവരും കാണുക. പടം നല്ല സിനിമ തന്നെയാണ്. ഞാൻ മനസ്സിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ തിയേറ്ററിൽ പറഞ്ഞത്. ടി വി ആണ് കണ്ടത്. സിനിമ കൊള്ളാം, നല്ല റെസ്പോൺസ്, നല്ല കിടില. അന്നിറങ്ങിയപ്പോൾ തിയേറ്ററിൽ കണ്ടത്